ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല നാടനായുള്ള ഒരു ഒഴിച്ചു കറിയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന, ചോറിൻ്റെ കൂടിയൊക്കെ കഴിക്കാൻ നല്ല രുചിയുള്ള ഒരു നാടൻ കറിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്തിട്ടുള്ളത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. ചൂടായി വന്ന ചട്ടിയിലോട്ടേക്ക് നമുക്ക് ഒരിത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂണിനടുത്ത് നല്ല നാടൻ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിച്ചിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി നോക്കുക. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. അതുപോലെ തന്നെ ഇതിൽ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു ഇത്തിരി ഇഞ്ചി ഒന്ന് കൊത്തി അരിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചിയുടെ ഒരു പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒന്നങ്ങ് റെഡിയായി വരുമ്പോൾ ഇതിനകത്തോട്ടേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 2 ചെറിയ സവാള മാത്രമേ എടുത്തിട്ടുള്ളൂ. അത്യാവശ്യം കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ സവാളയെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാള വഴറ്റിയെടുക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഞാനിപ്പോൾ അത് ഏകദേശം ഒന്ന് മൊരിഞ്ഞ് വരുന്ന ഒരു പാകത്തിലോട്ടേക്ക് തന്നെ വഴറ്റിയെടുക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. നന്നായിട്ട് റെഡിയായി വന്നതിന് ശേഷം ഫ്ലെയിം കുറച്ചിട്ട് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ മുഴുവനായിട്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ലൊരു കൊഴുപ്പൊക്കെ കിട്ടുക. അതുപോലെ തന്നെ കുറച്ച് പിരിയമുളകും സാധാരണ മുളകും കൂടി ഒരുമിച്ച് പൊടിച്ചിട്ടുള്ളതാണ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് 1 ടീസ്പൂൺ മുഴുവനായിട്ട് കുരുമുളക് പൊടിയാണ് ഈ ഒരു കറിക്ക് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് റെഡിയാക്കി എടുത്താൽ മതി. നല്ലതുപോലെ റെഡിയായി വന്നതിന് ശേഷം ഒരു ചെറിയ തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല പഴുത്ത തക്കാളിയാണ്, ചെറുതാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ കറിയിൽ തക്കാളിയും ചേർക്കുന്നുണ്ട്, അതുപോലെ ഒരു ഇത്തിരി വാളൻപൊടി പിഴിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ പീസ് വാളൻപുളി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒത്തിരി ഉപയോഗിക്കരുത്, കാരണം നമ്മൾ തക്കാളിയും ചേർക്കുന്നുണ്ട്. രണ്ടും കൂടിയുള്ള ഒരു കോമ്പിനേഷൻ ആകുമ്പോഴാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ നോക്കിയിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക ഈ ഒരു സമയത്ത്. എന്നിട്ട് നമ്മൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഈ തക്കാളി നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. നന്നായി വെന്ത് കുഴയുന്ന രീതിയിൽ തന്നെ തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കണ്ടില്ല, അത്യാവശ്യം നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒരു തവി വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കുത്തി ഉടച്ചു കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും. അപ്പോൾ നല്ല തിക്കായിട്ടാണുള്ളത്. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉണക്ക നെത്തോലിയാണ്. ഇതിൻ്റെ തലയൊക്കെ കളഞ്ഞതിന് ശേഷം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. വളരെ കുറച്ച് മാത്രമേ, ഒരു കൈപ്പിടിക്ക് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ മസാല കൂട്ടൊക്കെ ആയിട്ട് നമ്മുടെ ഈ ഉണക്ക നത്തോലി നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വന്നതിന് ശേഷം ഇതിനകത്തോട്ടേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര കൺസിസ്റ്റൻസിയിലാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും നല്ല തിളച്ച വെള്ളം, നല്ല ചൂട് വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഉപ്പൊക്കെ കുറവായതുകൊണ്ട് ഞാനൊരു ഇത്തിരി ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് പുളിയൊക്കെ കുറവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി വാളംപുളി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ കറക്റ്റ് അളവാണ് കേട്ടോ. നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയെടുക്കാം. അടച്ച് വെച്ചിട്ടൊന്ന് റെഡിയാക്കിയെടുക്കാം. ഉണക്ക നെത്തോലി ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് കുക്കായി കിട്ടും. ഒത്തിരി സമയം നമ്മൾ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നല്ലതുപോലെ തിളച്ച് നമ്മുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ലാസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് താളിച്ച് ചേർക്കുന്നുണ്ട്. അതുകൂടി ആകുമ്പോഴാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇനി താളിച്ച് ചേർക്കുന്നതിനായിട്ട് ഒരു ചീനച്ചട്ടി വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ ഒരു 1-1.5 ടേബിൾ സ്പൂണിനടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ടേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ്. നമ്മൾ ചെറിയ ഉള്ളി ഒരു 4-5 എണ്ണം ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ ഉള്ളി ലാസ്റ്റ് താളിച്ച് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു കറിക്ക്. അപ്പോൾ ഉള്ളി ഇതുപോലെ കയ്യിലില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് സവാള മാത്രം അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ ഏറ്റവും നല്ലത് ചെറിയ ഉള്ളി തന്നെ ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക. ഒന്നങ്ങ് മൊരിയിച്ചെടുക്കുക. കണ്ടില്ലേ, ഈ ഒരു കളർ ഷെയ്ഡ് ആകുന്നത് വരെ, ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് ഇതിലോട്ടേക്ക് ഒരു 3 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെടുകെ കീറിയിടൊന്നും വേണ്ട, ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് ചൂടാക്കി എടുത്താൽ മാത്രം മതി. ഒത്തിരി സമയമൊന്നും ചെയ്യേണ്ട. ഇനി നമുക്കിത് നമ്മുടെ കറിക്കകത്തോട്ടേക്ക് താളിച്ച് ചേർക്കാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ അത്യാവശ്യം കണ്ടില്ലേ നന്നായിട്ടൊന്ന് കുറുകി ആ ഒരു പാകത്തിനോട്ടേക്ക് വന്ന് കുറച്ച് സമയം കഴിയുമ്പോൾ ഒരു നല്ല ഡാർക്ക് ഷെയ്ഡിലോട്ടേക്ക് മാറും. അപ്പോൾ മുഴുവൻ താളിച്ച് ചേർത്തതിന് ശേഷം ഒരു 5-10 മിനിറ്റ് എങ്കിലും ഒന്ന് അടച്ചു വെക്കാം. അതിന് ശേഷം സെർവ് ചെയ്യുമ്പോഴാണ് നല്ല ഒരു താളിച്ചതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഇതിന് ശരിക്കും കിട്ടുക. അപ്പോൾ നമ്മുടെ കറി കണ്ടില്ലേ നന്നായി കുറുകി നല്ലൊരു ഡാർക്ക് കളറായിട്ട് വന്നിട്ടുണ്ട്. ശരിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി അതിൻ്റെ കൂടെ തോരനോ ഒന്നിൻ്റെയും തന്നെ ആവശ്യമില്ല. അത്രയും സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.